ഹായ്, എല്ലാവർക്കും ക്ലാസ് ട്യൂഷൻ അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്ക് നടന്ന എക്സാമിൻ്റെ മാത്സ് പാർട്ട് മാത്രം ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 8/1/3% തുല്യമായ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ മാറ്റി എഴുതണം. 8/1/3 8 × 3 + 1 / 3 = 25/3 എന്ന് കിട്ടും. ഇനി 25/3 പെർസെൻറ്റേജ് കാണണം. ഏതൊരു സംഖ്യയുടെയും പെർസെൻറ്റേജ് പറഞ്ഞാൽ 5% പറഞ്ഞാൽ നമുക്ക് 5/100 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എഴുതാറ്. 25/3 പെർസെൻറ്റേജ് ആണ് 25/3/100 എന്ന് എഴുതാം. അതിന് നമുക്ക് ചെയ്യാൻ സൗകര്യത്തിന് 25/3 × 1/100 എന്ന് എഴുതാം. ഇനി കട്ട് ചെയ്ത് ചെറുതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 1/12 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A/B = 2:3, B/C = 4:5, C/D = 6:7. അങ്ങനെയാണെങ്കിൽ A/D എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. A/Bനെ നമുക്ക് A/B എന്ന് എഴുതാം. B/C പറഞ്ഞാൽ B/C, C/D പറഞ്ഞാൽ C/D എന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ A/B × B/C × C/D എന്നുള്ളതിനെ നമുക്ക് A/D എന്ന് എഴുതാം. അപ്പം നമുക്ക് തന്നതിനൊക്കെ ഒന്ന് ജസ്റ്റ് മാറ്റി എഴുതാം. 2:3 പറഞ്ഞാൽ 2/3 എന്ന് എഴുതാം. 4:5 എന്നുള്ളതിനെ 4/5 എന്ന് എഴുതാം. 6:7 എന്ന് പറയുന്നതിന് 6/7 എന്ന് എഴുതാം. ഇനി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. അതാണ് നമ്മുടെ ആൻസർ A/D, അതായത് A/D എന്ന് പറയുന്നത്. ഇവിടെ 16/35 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 120 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 10 സെക്കൻഡിനുള്ളിൽ ഒരു പോസ്റ്റിനെ മറികടക്കുന്നു എങ്കിൽ ട്രെയിനിൻ്റെ വേഗത എത്ര? നീളം 120 മീറ്റർ ആണെന്നറിയാം, സമയം 10 സെക്കൻഡ്. അത് നമുക്ക് വേഗത പറയുന്നത് കിട്ടും, ദൂരം / സമയം വെച്ച് കണ്ടുപിടിക്കാം. ഇവിടെ 120 / 10, അതായത് 12 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. നീളം മീറ്ററിലും ടൈം സെക്കൻഡിലും ആയതുകൊണ്ട് നമുക്ക് മീറ്റർ/സെക്കൻഡ് കിട്ടി. പക്ഷേ ഇതല്ല ആൻസർ. ഇതിന് നമുക്ക് ഓപ്ഷൻ തന്നതിൽ km/h ആൻസർ വേണ്ടത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കിലോമീറ്ററിലേക്ക് മാറ്റാൻ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12 × 18/5 ചെയ്ത് കഴിഞ്ഞാൽ 43.2 എന്ന് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, A, B എന്നിവർ ഒരു നിശ്ചിത സ്ഥലത്ത് നിന്ന് നടക്കാൻ ആരംഭിച്ചു. A 3 കിലോമീറ്റർ വടക്കോട്ട് നീങ്ങി വലത്തോട്ട് തിരിഞ്ഞ ശേഷം 4 കിലോമീറ്റർ മുന്നോട്ട് നടന്നു. B പടിഞ്ഞാറോട്ട് 5 കിലോമീറ്റർ നടന്ന ശേഷം വലത്തോട്ട് തിരിഞ്ഞ് 3 കിലോമീറ്റർ നടക്കുന്നു എങ്കിൽ ബിയിൽ നിന്ന് എത്ര ദൂരെയാണ് A? എയും ബിയും എത്ര അകലത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. എ സഞ്ചരിക്കുന്നതാണ് നീല നിറത്തിൽ കാണിച്ചത്. ബിയുടെ സഞ്ചരിക്കുന്ന ഇതാണ് റെഡ് നിറത്തിൽ കാണിക്കുന്നത്. ഈ ആരോയിൽ കാണിച്ച എ മുതൽ ബി ഉള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള ദൂരമാണ് നമുക്ക് കാണേണ്ടത്. അത് പറഞ്ഞാൽ 5 + 4 9 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വസ്തു 350 രൂപയ്ക്ക് വിൽക്കുന്നതിലൂടെ 340 രൂപയ്ക്ക് വിൽക്കുന്നതിനേക്കാൾ 5% കൂടുതൽ നേടിയാൽ വസ്തുവിൻ്റെ യഥാർത്ഥ വില എന്ത്? 5% പറയുന്നതാണ് ഇവിടുത്തെ 10. 340 350 ഉള്ള ഡിഫറൻസ് 10, അതാണ് 5% കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ആളുടെ യഥാർത്ഥ വിലയുടെ 5/100 ആണ് 10 എന്ന് എഴുതാം. അത് നമുക്ക് 5x എന്ന് പറയുന്നത് 1000 എന്ന് കിട്ടും. എക്സ് കണ്ടുപിടിക്കുക. 1000 / 5, അതായത് 200 എന്ന ആൻസർ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വിട്ടുപോയ സംഖ്യ ഏത്? 9, 12, 11, 14, 13. അവിടെ ഒരു ഡാഷ് വന്നിട്ടുണ്ട്. ആ ഭാഗത്തുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 9ഉം 11ഉം തമ്മിലുള്ള വ്യത്യാസം 2ആണ്. അതുപോലെ 11ഉം 13ഉം തമ്മിലുള്ള വ്യത്യാസം 2ആണ്. ഇനി 12ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 2ആണ്. അപ്പോൾ 14 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഡാഷിലുള്ള നമ്പർ എന്തായിരിക്കണം? 2 വ്യത്യാസത്തിലായിരിക്കും വേണ്ടത്. അപ്പോൾ 14 കഴിഞ്ഞ് 2 കൂട്ടിക്കഴിഞ്ഞ് 16 എന്ന് കിട്ടും.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഖ്യകളിൽ 7/13 4/5 ഇടയിൽ വരാത്ത സംഖ്യ ഏത്? 4/5 പറയുന്നത് 0.53 ആണ്. 7/13 നമുക്ക് 0.8 എന്ന് എഴുതാം. അതുപോലെ ഇവിടെ തന്ന 1/2, 2/3, 3/4, 5/7 ഇതിൻ്റെ ഏകദേശ വാല്യൂകൾ നോക്കിയിട്ട് ഇതിനുള്ളിൽ വരികയാണോ എന്ന്, ഇതിനുള്ളിൽ വരാത്തതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഞാനിവിടെ ഹരിച്ച് നോക്കിയിട്ടാണ് ഇതിൻ്റെയൊക്കെ വാല്യൂ നോക്കിയത്. കമ്പയർ ചെയ്തിട്ട് ഭിന്നസംഖ്യകളെ കമ്പയർ ചെയ്തിട്ടും നമുക്ക് ഇവിടെ നോക്കാം. എനിക്കൊന്നുകൂടി എളുപ്പമായി തോന്നിയത് ഇതാണ്. ഹരിച്ചിട്ട് ഏകദേശ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇതിനുള്ളിൽ വരുന്നതാണോ വരാത്തതാണോ എന്ന് ചെക്ക് ചെയ്തു. ഇവിടെ 0.5ൻ്റെ 1/2ൻ്റെ വാല്യൂ ആയ 0.5 ആണ് ഇതിൻ്റെ പുറത്ത് കിടക്കുന്നത്. അപ്പോൾ ആൻസർ 1/2 എന്ന് കിട്ടും. വിട്ടുപോയ പാന്തം തിരിച്ചറിയുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. PRT തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഡാഷ് BDF HJL NPR. ഇവിടെ PRT എടുത്തു കഴിഞ്ഞാൽ Pയും Rയും തമ്മിൽ 1 ലെറ്ററിൻ്റെ വ്യത്യാസം, Rയും Tയും തമ്മിൽ 1 ലെറ്ററിൻ്റെ വ്യത്യാസം. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസറിൽ അങ്ങനെ 1 ലെറ്റർ വ്യത്യാസത്തിലാണ് വേണ്ടതെന്ന് അറിയാം. പിന്നെ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് F കഴിഞ്ഞിട്ട് H ആവാൻ, FGH 1 നമ്പർ വ്യത്യാസം, 1 ലെറ്റർ വ്യത്യാസമാണ്. അതുപോലെ L കഴിഞ്ഞിട്ട് N ആണ് അടുത്ത, HJLൻ്റെ L കഴിഞ്ഞാൽ അടുത്തത് NPRൽ N ആണ്. L കഴിഞ്ഞാൽ LMN, Nൻ്റെ ഇടയിൽ M. അപ്പോൾ നമുക്ക് PRT T കഴിഞ്ഞിട്ട് 1 ലെറ്റർ കഴിഞ്ഞിട്ട് T കഴിഞ്ഞാൽ U കഴിഞ്ഞിട്ട് V ഉള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് V ഉള്ളത് അല്ലാത്തതിന് ബാക്കിയുള്ളതിനെ ഒഴിവാക്കാം. V കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ സെലക്ട് ചെയ്യുമ്പോൾ അതും 1 ലെറ്റർ വ്യത്യാസത്തിലാണ്. അപ്പോൾ V കഴിഞ്ഞാൽ X, VW ഒഴിവാക്കിയിട്ട് X എടുക്കണം. അടുത്തതും 1 ലെറ്റർ ഒഴിവാക്കുമ്പോൾ X കഴിഞ്ഞാൽ Y ഒഴിവാക്കി Z എടുക്കണം. അപ്പോൾ നമുക്ക് ആൻസർ VXZ എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ആദ്യ ടെസ്റ്റിൽ 180 റൺസും രണ്ടാമത്തേതിൽ 258 റൺസും നേടി എങ്കിൽ മൂന്നാമത്തെ ടെസ്റ്റിൽ എത്ര റൺസ് നേടിയാൽ അദ്ദേഹത്തിൻ്റെ 3 ടെസ്റ്റുകളിലെയും ശരാശരി സ്കോർ 230 റൺസാകും? ഫസ്റ്റ് ടെസ്റ്റും സെക്കൻഡ് ടെസ്റ്റും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 180 + 258 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 438 എന്ന് കിട്ടും. ഇനി തേർഡ് ടെസ്റ്റിൻ്റെ റൺസ് നമുക്ക് X ആയിട്ട് എടുക്കാം. അതായത് ഈ 438ഉം തേർഡ് റൺസിൻ്റെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കളിയുടെയും കൂടി ശരാശരിയാണ് 230 റൺസ് എന്ന് കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് Xൻ്റെ വാല്യൂ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് ശരാശരി പറയുന്നത് എന്താ, ടോട്ടൽ എത്ര കളിയുണ്ടോ അതിൻ്റെയൊക്കെ ഇത് റൺസ് ആഡ് ചെയ്തിട്ട് കളികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് ശരാശരി. അപ്പോൾ ഇവിടെ 3 കളി 438 ആദ്യത്തെ 2 എണ്ണത്തിലുള്ളത്. അതിൻ്റെ കൂടെ X തേർഡിൻ്റെയും കൂടെ ആഡ് ചെയ്ത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ശരാശരിയായ 230 കിട്ടും. അതൊന്ന് Xൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. 438 + X ഡിവൈഡഡ് ബൈ 3 = 230 എന്ന് എഴുതാം. അതൊന്ന് 438 + X = 230 × 3 690 എന്ന് കിട്ടി. അതിൽ നിന്ന് X പറഞ്ഞാൽ 690 - 438 = 252 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പിതാവിൻ്റെയും മകൻ്റെയും നിലവിലെ പ്രായത്തിൻ്റെ അനുപാതം 6:1. 5 വർഷത്തിന് ശേഷം അനുപാതം 7:2 ആയി മാറും എങ്കിൽ മകൻ്റെ ഇപ്പോഴത്തെ പ്രായം എത്ര? മകൻ്റെ ഇപ്പോഴത്തെ പ്രായമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 2 റേഷ്യോ തന്നിട്ടുണ്ട്. ഒന്ന് ഇപ്പോഴത്തെ വയസ്സിൻ്റെ അനുപാതം 6:1, പിന്നെ ഒന്ന് 5 വർഷത്തിന് ശേഷമുള്ള വയസ്സിൻ്റെ അനുപാതം 7:2 ആണ്. ഇനി നമുക്കൊരു ട്രിക്ക് വഴി മകൻ്റെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാം. നമുക്ക് ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം, പക്ഷെ ഇവിടെ മകൻ്റെ പ്രായമായതുകൊണ്ട് ഇപ്പോഴത്തെ പ്രായമായതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് മകൻ്റെ ഇപ്പോഴത്തെ പ്രായം പറയുമ്പോൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ അനുപാതം മകൻ്റെ എത്ര, 1 ആണ്. 6:1 അല്ലേ ഇപ്പോഴത്തെ അനുപാതം. അതിലത്തെ മകൻ്റെ പറയുമ്പോൾ ചെറുത് 1 ആണ്. അത് ഇൻറ്റു എന്ത് ചെയ്യുക, ഇനി 5 വർഷത്തിന് ശേഷമുള്ള അനുപാതത്തിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക. അത് 7 - 2 5ആണ്. ഇനി അതും എടുക്കുക. പിന്നെ എത്ര വർഷങ്ങൾക്ക് ശേഷമുള്ളതാണ് തന്നിരിക്കുന്നത്, 5 വർഷത്തിന് ശേഷം. ഈ 3 എണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതിനെ 12 - 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 12 എവിടെ നിന്നാണ് കിട്ടുക വെച്ചാൽ 2 × 6. ഈ അനുപാതങ്ങൾ തമ്മിലൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 6 12, 1 × 7 7,
12 മൈനസ് 7 കൊണ്ട് നേരത്തെ കണ്ടുവച്ചതിന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 ഇൻറ്റു 5 ഇൻറ്റു 5 പറഞ്ഞാൽ 25 ഡിവൈഡഡ് ബൈ 12 മൈനസ് 7 5. 25/5 5 എന്ന ആൻസർ കിട്ടും. അപ്പോൾ മകൻ്റെ വയസ്സ് 5 ആണ്. ഇനി എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്.